ഇനി നമ്മൾ ചെയ്യാൻ പോണത് നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അല്ലെ, എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു ചോദ്യമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയാം. അക്കോർഡിംഗ് ടു ഫസ്റ്റ് പ്രിൻസിപ്പിൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ എച്ച്. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെ. ഇവിടെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞ എഫ് ഓഫ് എക്സ് എന്താണ് മക്കളെ? സൈൻ എക്സ് ആണ്. അപ്പൊ അതിന്റെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണ് വരിക? ഉറപ്പായിട്ടും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ വരിക? സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സിലേക്ക് അപ്ലൈ ചെയ്താലോ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച്, എഫ് ഓഫ് എക്സിന് പകരം സൈൻ ഓഫ് എക്സ് ഓൾ ഡിവൈഡ് ബൈ എച്ച് എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്കറിയാം ന്യൂമറേറ്റർ എന്ന് പറയുന്ന സാധനം, അതായത് സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്ന സാധനം സൈൻ എ മൈനസ് സൈൻ ബി ആണ്. എന്താ സൈൻ എ മൈനസ് സൈൻ ബി? നോട്ട് ബുക്ക് എടുത്ത് നോക്കണേ. 2 cos A എക്സ് പ്ലസ് എച്ച് പ്ലസ് ബി എച്ച് ഡിവൈഡഡ് ബൈ 2. പിന്നെയോ സൈൻ എ മൈനസ് ബി ബൈ 2 എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2 എന്ന് കിട്ടും. കിട്ടൂലേ? ഇതില് ഈ ഓൾ ഡിവൈഡ് ബൈ എച്ച് ഉണ്ട്. ഇതില് ഈ എക്സും ഈ മൈനസ് എക്സും ക്യാൻസൽ ആയി പോകൂലേ? ബാക്കി എന്താ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 ഉണ്ട് അല്ലെ, കോസ് ഉണ്ട് അല്ലെ. ഈ എക്സും എക്സും കൂടുമ്പോൾ 2x ആവും അല്ലെ. 2x പ്ലസ് എച്ച് ബൈ 2 ആകും അല്ലെ. പിന്നെന്താ ഉള്ളത്? പിന്നെ സൈൻ എച്ച് ബൈ 2 ഉണ്ട് അല്ലെ. മേലെ താഴെ എന്താ ഉള്ളത്? ബൈ എച്ച് ആണുള്ളത് അല്ലെ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ വരിക? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 കോസ് ഓഫ് 2x plus h by 2 into limit h tends to 0 sin h by 2 divided by h ആണുള്ളത് അല്ലെ. നമുക്കറിയാം സൈനിന്റെ ഒരു കൺസെപ്റ്റ്, സ്റ്റാൻഡേർഡ് ഫോർമുല പ്രകാരം സൈനിന്റെ കൂടെ ഉള്ള h by 2 താഴെ വരണം. അപ്പൊ നമ്മൾ അതിനെ by 2 ചെയ്യുന്നു. by 2 ചെയ്തത് മാറാണ്ടിരിക്കാൻ നമ്മൾ എന്തും ചെയ്യണം? into 2 കൂടെ ചെയ്യണം. ഇത് എന്തായിരിക്കും? h by 2 ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഈ h tends to 0 നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? h by 2 tends to 0 ആക്കി മാറ്റാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്കറിയാം ലിമിറ്റ് h by 2 tends to 0 sin h by 2 by h by 2 1 ആണ്. ഈ 2ഉം ഈ 2ഉം എന്തായി പോകും? ക്യാൻസൽ ചെയ്തു പോകും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ cos ഓഫ് 2x plus h ന് പകരം 0 കൊടുക്കാം, ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ് h by 2 tends to 0 sin h by 2 by h by 2 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. 2x by 2 x ആണ്. So we are getting cos x is the derivative of sin x by using first principle. നിങ്ങളുടെ തൊട്ടുമുമ്പത്തെ ഗവൺമെന്റ് നടത്തിയ മോഡൽ എക്സാമിന് cos x ആണ് ചോദിച്ചതെങ്കിൽ ഈ നമ്മളിപ്പോ ചെയ്യുന്ന പേപ്പറിൽ അത് sin x ആണ്. So try to learn that one. Very simple. Okay. നമ്മൾ ചെയ്യാൻ പോണത് അഞ്ചാമത്തെ ചോദ്യമാണ്. എന്താണ് അഞ്ചാമത്തെ ചോദ്യം? അഞ്ചാമത്തെ ചോദ്യം പറയുന്നത് show that the points p minus 2 3 5 q 1 2 3 and 7 0 minus 1 are collinear. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. അപ്പൊ കൊളീനിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ പി ക്യൂ കാണുന്നു. 3D ക്വസ്റ്റ്യൻ ആണ്. പി ക്യൂ എന്താ? റൂട്ട് ഓഫ്, നമുക്ക് ഫോർമുല അറിയാലോ, x2 minus x1 1 minus minus 2 3 square 9 വരും. ഓക്കെ അല്ലേ. y2 minus y1 2 minus 3 minus 1 square 1 അല്ലേ. 3 minus 5 minus 2 square 4 അല്ലേ. പി ക്യൂന്റെ ലെങ്ത് മക്കൾക്ക് റൂട്ട് 14 എന്ന് കിട്ടും. വാട്ട് അബൌട്ട് പി ആർ? എന്താണ് പി ആർ വരിക? റൂട്ട് ഓഫ്, എന്താണ് പി ആർ? പി ആർ എന്ന് പറയുമ്പോൾ y2 minus y1 whole square 7 minus minus 2 square 81 ആയിട്ട് മാറും. പ്ലസ് 0 minus 3 whole square 9 ആയിട്ട് മാറും. മൈനസ് 1 minus 5 മൈനസ് 6ന്റെ സ്ക്വയർ എന്താണ്? 36 ആയിട്ട് മാറും. നിങ്ങൾ ചെയ്യുമ്പോൾ അത് റൂട്ട് 126 കിട്ടും. റൂട്ട് 126 എന്ന് പറയുമ്പോൾ 9 into 14 ആണ്. 9 into 14 എന്താണ്? 3 root 14 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അതേപോലെ നമ്മൾ ക്യു ആറിന്റെ നീളം കാണാണ്. റൂട്ട് ഓഫ് എന്താണ്? ക്യു ആർ 7 minus 1ന്റെ സ്ക്വയർ ആണ്, 36 ആണ്. പ്ലസ് 0 minus 2ന്റെ സ്ക്വയർ ആണ്, 4 ആണ്. പ്ലസ്
-1 -3ന്റെ സ്ക്വയർ ആണ്. അതാ QR നോക്കണേ. Z2 - Z1 -1 -3 -4ന്റെ സ്ക്വയർ 16 ആണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് √56 കിട്ടും. √56 നമുക്ക് √4 × 14 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 √14 ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും PR എന്ന് പറയുന്ന നീളം 3 √14 ആണ്. PQവും QR കൂടെ കൂട്ടുമ്പോ എന്താ കിട്ടുക? √14 + 2 √14 = 3 √14 എന്ന് കിട്ടും. അതായത് PR ന്റെ നീളം എന്ന് പറയുന്നത് PQ + QR ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 പോയിന്റുകളായിട്ടുള്ള Pയും Qവും Rഉം എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. അപ്പൊ കൊളീനിയാരിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ 3 പോയിന്റുകൾ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മറ്റ് 2 ഡിസ്റ്റൻസുകളുടെ സം ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊളീനിയർ ആണെന്ന് പറയാം. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം 3-dimensional geometry. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് 6ാമത്തെ ചോദ്യമാണ്. ഫോർ എ ഹൈപ്പർബോള എക്സെൻട്രിസിറ്റി E ഈസ് ഈക്വൽ ടു 1, ലെസ് ദാൻ 1, ഗ്രേറ്റർ ദാൻ 1, ഇൻഫിനിറ്റി. എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 വരുന്ന സാധനം കോണിക് എലിപ്സ് ആണ്. എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 വരുന്ന ആളാണ് ഹൈപ്പർബോള. സിലബസിൽ ഇല്ല എങ്കിലും 2 വേണം നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. E ഈസ് ഈക്വൽ ടു 1 വരുന്ന ആളാണ് പരാബോള. ഓക്കെ ആണല്ലോ. E ഈസ് ഈക്വൽ ടു 0 വരുന്ന ആളാണ് സർക്കിൾ. ഓക്കെ ആണല്ലോ. നമുക്ക് മെയിൻലി ആവശ്യമുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ E ലെസ് ദാൻ 1 ആണെങ്കിൽ എലിപ്സ് ആയിരിക്കും, E ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈപ്പർബോള ആയിരിക്കും. ഇവിടെ ഹൈപ്പർബോളയാണ് തന്നത്. ഹൈപ്പർബോളന്റെ കേസിൽ E എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ 3ാമത്തെ ചോയ്സ് ആണ് നമ്മൾക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ.